അമ്പലത്തിലും പള്ളിയിലും ഒക്കെ കാണുന്നത് ബിംബമാണ്. അതുപോലെയാണ് അമ്മ. പ്രകൃതിയുടെ പ്രധാനപ്പെട്ടത് പ്രകൃതി എന്ന് പറയുന്നതിലെ സഹനമാണ്. മനുഷ്യൻ പ്രകൃതിയെ ഭാവിയിലുള്ള തലം നമുക്ക് പ്രകൃതിക്കാണ്. എത്ര വേദനിപ്പിച്ചാലും പ്രകൃതി സപ്പെടുത്താൻ പ്രകൃതി ശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രശ്നമില്ലാതെ പ്രകൃതിയുടെ മക്കൾ വേദനിക്കുകയിൽ പലതുമായി പ്രകൃതി വരും. വിഷയം പറയില്ല. പക്ഷെ ഒരു പകയും ഉണ്ടാവില്ല. എല്ലാം സഹിക്കുന്ന അപ്പോൾ സ്നേഹം. ആ ആശയമാണ് അമ്മ. അതാണ് അമ്മ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രകൃതി മക്കൾ മാത്രമല്ല, പ്രകൃതിയുടെ ബിംബമാണ് അമ്മ. മറ്റൊന്നിനും ഈ പറയുന്ന ഈ പ്രകൃതിയുടെ ആശയം ഉണ്ടാവില്ല. അമ്മ പ്രകൃതിയുടെ ബിംബമായതുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാവരും ബിംബമല്ല എന്നുള്ളതുകൊണ്ടും ബിംബമാകാൻ ശ്രമിക്കണം എന്നുള്ള ഒരാശയം. പ്രകൃതിയിൽ അകലും തോറും സ്വാർത്ഥതയും പണത്തിനോടുള്ള ആഗ്രഹവും വെറുപ്പും പകയും അറപ്പും ഒക്കെ ഉണ്ടാവും. പക്ഷെ എത്ര അകന്നാലും എവിടെ നിന്നകന്നാലും എങ്ങോട്ട് പോകാൻ ശ്രമിച്ചാലും അമ്മ മാറില്ല. കാരണം അമ്മ ബിംബമാണ് എന്നുള്ളതാണ്. ബാക്കി ഒന്നും ബിംബമല്ല, മക്കളാണ്. മക്കൾ ബിംബമാകാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നത്. അങ്ങനെ ആകാൻ ശ്രമിക്കുമ്പോഴും അമ്മയെ മാത്രമല്ല ഈ സമൂഹത്തിൽ എല്ലാവരെയും സ്നേഹിക്കും. അതുകൊണ്ട് അമ്മയെ ആദരിക്കുന്ന സമയം നമ്മളെല്ലാം ചിന്തിക്കേണ്ടത് പ്രകൃതിയിൽ നിന്നും അകലാതെ പ്രകൃതിയിലേക്ക് അടുക്കുവാൻ നമ്മുടെ ബാക്കി ജീവിതം ശ്രമിക്കുക എന്നുള്ളതാണ്. എത്ര കണ്ട് പ്രകൃതിയോട് അടുക്കുന്നുവോ അത്ര കണ്ട് നന്മ മാത്രം മനസ്സിൽ വരും. എത്ര കണ്ട് പ്രകൃതിയിൽ നകന്നുവോ അത്ര കണ്ട് പ്രകൃതി വിരുദ്ധ ചിന്തകളും മനസ്സിലുണ്ടാകും. പക്ഷേ തെറ്റിദ്ധരിക്കേണ്ട. എന്നാലും അങ്ങനെ എത്ര പ്രകൃതി വിരുദ്ധ ചിന്തയുണ്ടെങ്കിലും പ്രകൃതി അപ്പോഴും നമ്മളെ സ്നേഹിക്കും. അതാണ് പ്രകൃതി. ആ പ്രകൃതിയുടെ ബിംബത്തെ ആരാധിക്കുന്ന ആദരിക്കുന്ന ഈ നിമിഷത്തിൽ പങ്കെടുക്കാനുള്ള സന്തോഷവും അഭിമാനവും ഉണ്ടായതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കലും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രകൃതിയിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. ഏത് ചിന്തയും മനസ്സിൽ വരുമ്പോൾ ഇത് പ്രകൃതിയിൽ നിന്ന് അകലുകയാണോ ആണെങ്കിൽ ഞാൻ പ്രകൃതിയിലേക്കല്ലേ അടുക്കേണ്ടത് എന്ന ചിന്തയുണ്ടായാൽ അമ്മയോടാണ് അടുക്കുന്നത്, അതായത് പ്രകൃതിയോടാണ് അടുക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നിങ്ങളുടെ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് അവർ അമ്മയില്ല ആചരിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് സേവ് ഒരു കുട്ടിയോട് ഗുരുവാണ് ദൈവം. ഈ സമാധാനമായി എന്നായിരിക്കും. പക്ഷെ ഈ പച്ചക്കറിയും നാളെ ഒരു ദിവസം ആ ഇലയും പഴുക്കും, ആ ഇലയും ഉണങ്ങും, ആ ഇലയും പഴുത്ത് ഉണങ്ങി വീഴും എന്ന കാര്യം മരത്തിൽ നിൽക്കുന്ന പച്ചക്കറികൾ പലപ്പോഴും തിരിച്ചറിയാനില്ല. ആ പച്ചക്കറികളുടെ മനസ്സാണ് ഇന്ന് നല്ലൊരു ഭാഗം മക്കൾക്ക് ഉള്ളത്. അവർ സംരക്ഷിക്കുമെന്ന് കരുതി അവസാനം എല്ലാം കിട്ടിക്കഴിയുമ്പോ അച്ഛനും അമ്മയും വളരെ പോലെയായി അവരെ മാറ്റി നിർത്തുന്നതിനെ പറ്റി പരാതിയും പരിഭവമായി പൊതുപ്രവർത്തകന്മാരായ ഞങ്ങളുടെ അടുത്തൊക്കെ വരുന്ന എത്രയോ അച്ഛന്മാരെയും അമ്മമാരെയും നമുക്ക് നിത്യവും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതുപോലെ പഠിച്ച് ഡോക്ടറായി കല്യാണം കഴിച്ച ഭർത്താവ് അച്ഛനും അമ്മയും തരിച്ചായിരുന്നു വീട്ടിൽ. അവർ രണ്ടുപേരും മാത്രം വീട്ടിൽ വെച്ച് നല്ല ദിവസം അമ്മയച്ഛനും വീട്ടിൽ കുറച്ച് കഴിയുമ്പോ അമ്മ അച്ഛൻ മാഷ് ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചുപോയി. ഒരു വേലക്കാരി വൈകുന്നേരം 7 മണിയാകുമ്പോൾ ഒരു വേലക്കാരി ഒരു മകളുടെ കൂടെ അടുത്ത് കിടക്കാൻ വേണ്ടിയിട്ട് പകല് വീട് അടിച്ചു വൃത്തിയാക്കാനും ഭക്ഷണം പാകം ചെയ്യാൻ ഒരേ സമയത്ത് നടത്തുന്നത് സംയോജന സംഗമവുമുണ്ട്. ബ്ലോക്കില് മൊത്തം സംസ്ഥാനത്ത് തന്നെ മറിയം വർഗീസ് ഏറ്റവും കൂടുതൽ പ്രായമായവരില്